അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയും കോഴിക്കോട് ഖാലിയായിരുന്ന സയ്യിദ് മുഹ്സിൻ തങ്ങൾക്കെതിരെയും ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് നാസർ ഫൈസി കൂടത്തായി. ഖാലി ഫൗണ്ടേഷനെ എതിർക്കുന്നവർ എന്തുകൊണ്ടാണ് കാഞ്ഞങ്ങാട് സംയുക്ത മഹല്ല് ജമാഅത്തിനെതിരെ പ്രതികരിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. കോഴിക്കോട് ഖാലിയായി സയ്യിദ് മുഹ്സിൻ തങ്ങൾ വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ എതിർത്തില്ല എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, കാഞ്ഞങ്ങാട് മഹല്ല് ജമാഅത്ത് ഉണ്ടായത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആശീർവാദത്തോടു കൂടിയാണ്, അനുവാദത്തോടു കൂടിയാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനുണ്ടായ വിദ്വേഷം മറ്റൊന്നുമല്ല, ഖാലി ഫൗണ്ടേഷനെതിരെ പ്രതികരിച്ചതാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാക്കിയ സംഘടനക്കെതിരെ പ്രതികരിച്ചതാണ്. ഖാലി ഫൗണ്ടേഷൻ എതിർക്കുന്നവർ എന്തുകൊണ്ടാണ് കാഞ്ഞങ്ങാട് മഹല്ല് ജമാഅത്തിനെ എതിർക്കാത്തത് എന്നതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. ഖാലി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ളവർ അധികവും വഹാബികളാണ്. വക്കം മൗലവിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പുസ്തകങ്ങൾ രചിച്ച വഹാബി നേതാക്കന്മാരാണ് ഖാലി ഫൗണ്ടേഷന്റെയും നേതാക്കന്മാർ. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് അതിന് പ്രശ്നമുണ്ടാവുകയില്ല. കാരണം പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് പാണക്കാട് തങ്ങൾക്ക് ഒരു വഹാബി ഖാലി ഫൗണ്ടേഷന്റെ നേതാവായി വരുന്നതിൽ വിരോധമുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ സുന്നികൾക്കത് പ്രശ്നം തന്നെയാണ്. അതിനെതിരെയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മദ്രസ മാനേജ്മെന്റിന്റെ പരിപാടിയിൽ വെച്ചുകൊണ്ട് ശക്തമായി വിമർശിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മദ്രസ മാനേജ്മെന്റിന്റെ പുതിയൊരു സർക്കുലർ ഉണ്ട്. ഇപ്പോൾ എല്ലാ മദ്രസകളിലും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കണം. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുന്നത് നടക്കില്ല. പക്ഷെ അത് ശ്രദ്ധിക്കണം. കാരണം അതിൽ മദ്രസയിൽ പഠിച്ചു പോയാൽ പല ചിലവർ നിരീശ്വരവാദി ഉണ്ടാവും, ചിലർ മുജാഹിദ് ഉണ്ടാവും, ചിലത് ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാവും, ചില തബ്ലീഗ് ജമാഅത്തുകാരാണ്. ഇങ്ങനത്തെ ചില ആളുകൾ നിരീശ്വരവാദികളാണ്. ഇവരൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയാലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. മദ്രസ മാനേജ്മെന്റ് നിർദ്ദേശം അത് നല്ലത് തന്നെ. മദ്രസകളിലൊക്കെ പുതിയ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഉണ്ടാക്കുക നല്ലത് തന്നെയാണ്. പക്ഷേ ആളെ പരിശോധിക്കണം. ഇതിൽ നമ്മൾ കേട്ടുന്ന ആളുണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽപ്പെട്ട ഒന്നാവുന്ന മാനേജ്മെന്റ് അസോസിയേഷൻ. അതിന് നിർദ്ദേശം ചെയ്യുമ്പോൾ പൂർണ്ണമായും കൊണ്ട് അവർ സമസ്തക്ക് വിധേയമായ ആളുകളെ മാത്രമേ ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. മദ്രസ പഠിച്ചു പോയാലൊക്കെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, അതിപ്പോൾ എതിർപ്പൊന്നുമില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന പഠിച്ചു പോയാലും എല്ലാവരും അല്ല. നമുക്ക് പറ്റുന്ന ആളുകളെ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. നമുക്ക് പറ്റുകയെന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പൂർണ്ണമായും അംഗീകരിക്കണവർ, അല്ലാത്തവരത്തിനും പറ്റൂല. അങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനക്കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് താല്പര്യങ്ങൾ എന്തെങ്കിലും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളതായ പ്രവൃത്തി നടത്തിയാൽ അത് ഒരിക്കലും വിജയിക്കില്ല. അത് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇത് ദീനാണ്. ഈ ദീനിനെ പൊളിക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഖാലി ഫൗണ്ടേഷനും കാഞ്ഞങ്ങാട് മഹല്ല് ജമാഅത്തും തമ്മിലുള്ള ബന്ധം ആനയും അണ്ണാക്കൊട്ടനും തമ്മിലുള്ള ബന്ധം പോലുമില്ല. കാഞ്ഞങ്ങാട് സംയുക്ത മഹല്ല് ജമാഅത്ത് രൂപീകരിക്കപ്പെട്ടത് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആശീർവാദത്തോടു കൂടിയാണ്, അനുവാദത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരൊറ്റ വഹാബി മെമ്പറായിട്ട് പോലുമില്ല. അങ്ങനെ ഉണ്ടാവരുതെന്നാണ് സയ്യിദുൽ ഉലമ ഇന്നലെയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സുന്നി പണ്ഡിതന്മാർ കാഞ്ഞങ്ങാട് മഹല്ല് ജമാഅത്തിനെതിരെ പ്രതികരിക്കാത്തത്. അല്ലാതെ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങള് തെറ്റ് ചെയ്താൽ മിണ്ടാതിരിക്കും, പാണക്കാട് തങ്ങൾ തെറ്റ് ചെയ്താൽ മിണ്ടാതിരിക്കൂല. അങ്ങനെ ഒരു നയമില്ല. രണ്ടും തങ്ങന്മാരാണെന്ന ബഹുമാനത്തോടു കൂടി തന്നെ ആദരവ് വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ ജിഫ്രി തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർജവമുള്ള പണ്ഡിതന്മാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ആ വിഷയത്തിലൊക്കെ തങ്ങള് സൂക്ഷ്മത പുലർത്തുന്ന ആളായതുകൊണ്ട് തന്നെ അനാവശ്യമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയും കാഞ്ഞങ്ങാട് മഹല്ല് ജമാഅത്തിനെതിരെയും നാസർ ഫൈസി പ്രതികരിച്ചതുപോലെ പ്രതികരിക്കേണ്ട കാര്യം സുന്നി പണ്ഡിതന്മാർക്കില്ല. താങ്കൾക്കൊരു പക്ഷേ വഹാബി ലീഗിന്റെ കയ്യടി വേണ്ടി വരും. അവരെ പുകഴ്ത്തിയാലേ താങ്കളുടെ വീട്ടിലെ അടുപ്പ് പുകയുകയുള്ളൂ എന്ന ബോധ്യം താങ്കൾക്കുണ്ടാകും. എന്നാൽ മറ്റു പണ്ഡിതന്മാർക്കതില്ല. അതുകൊണ്ടാണ് എതിർക്കേണ്ടതിന് എതിർക്കുകയും എതിർക്കേണ്ടതില്ലാത്തതിന് എതിർക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളത്. നാസർ ഫൈസിയെ
ഓർമ്മപ്പെടുത്തുകയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയും മുസ്ലിം തങ്ങൾക്കെതിരെയും നാസർ ഫൈസി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ സമൂഹത്തിന് ബോധ്യമായിരിക്കുന്ന സംഗതികളല്ലേ ഉന്നമച്ച പല ഒടിയ ചട്ടകളുടെയും ഭാഗമായിക്കൊണ്ട് പാലക്കാട് കുടുംബത്തെ ആക്ഷേപിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ ഇടവണ്ണപ്പാല വെച്ചുകൊണ്ട് ആക്ഷേപിച്ച് പ്രസംഗിച്ചിട്ടില്ലേ? ഈ കാമൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടില്ലേ? പ്രത്യക്ഷമായും പരോക്ഷമായും പരാമർശിച്ചിട്ടില്ലേ? ഇപ്പോഴും പല വേദികളും പറയുന്നത് അതല്ലേ? ഖാലി ഫൗണ്ടേഷൻ ഉണ്ടാക്കി സമസ്തയ്ക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്നു. എന്തായി ഖാലി ഫൗണ്ടേഷൻ എന്ന ചോദ്യം ഉണ്ടായിട്ടില്ലേ? ഇല്ലെന്ന് പറയാൻ സാധിക്കുക. എന്നിട്ട് ഖാലിമാരായി കൊണ്ട് നടക്കുന്നവർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസമില്ല, ദീനി ബോധമില്ല, അറിവില്ലാത്തവരെ ഖാലിയാക്കണോ? ചോദിച്ചില്ലേ? അതാർക്ക് അറിഞ്ഞൂടാത്തത് പാലക്കാട് തങ്ങന്മാർക്ക് നേരെയുള്ള ഒളിയ ചെണ്ടയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ പാലക്കാട് തങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നേരെ ലീഗ് വിരോധത്തിന്റെ ചാപ്പ കുത്തുന്നു, ഞങ്ങൾക്ക് നേരെ പാലക്കാട് കുടുംബ വിരോധത്തിന്റെ ചാപ്പ കുത്തുന്നെന്ന് പറയുകയാണ്. കിട്ടുന്ന എല്ലാ വേദികളിലും പാലക്കാട് കുടുംബത്തെ ആക്ഷേപിക്കുക, അവസരം കിട്ടുമ്പോഴെല്ലാം മുസ്ലിം ലീഗിനെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിക്കുക. അതിനൊക്കെ സമസ്തന്റെ വേദി ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗെ വിമർശിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ആ വാദമില്ല. പാലക്കാട് കുടുംബത്തെ ആക്ഷേപിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് വാദമില്ല. അതിന് ചുമക്കുന്ന കൊടികുത്തിയവും കാവി കൊടികുത്തിയും രാഷ്ട്രീയപരമായി ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ വേദിയിൽ പോയിക്കൊണ്ട് പറയണം, അവരുടെ വേദിയിൽ വെച്ചുകൊണ്ട് വിമർശനം നിങ്ങൾക്കാവാം. പക്ഷേ സമസ്തന്റെ പതാക കുത്തി സമസ്തയുടെ ആദർശം പറയുന്ന വ്യാജേന പാലക്കാട് കുടുംബത്തെ ആക്ഷേപിക്കാനാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ, പ്രചണ്ഡമായ പ്രചരണം നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പുമായിക്കൊണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാർ ഉണ്ടെന്ന കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് കുടുംബത്തെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. ഒരാൾ പറയുന്നു, പുറത്ത് ചകിരിയുള്ള, അതിനകത്ത് ചിരട്ടയുള്ള, അതിനകത്ത് കാമ്പുള്ള, അതിനകത്ത് വെള്ളമുള്ള ഒരു സാധനം. കേട്ടുന്ന ആള് പറഞ്ഞു, അത് തേങ്ങല്ലേ? വല്ലാഹി ഞാൻ തേങ്ങ എന്ന് പറഞ്ഞിട്ടില്ല, എന്റെ വാക്കിൽ തേങ്ങ എന്ന വാക്ക് വന്നിട്ടില്ല. നിങ്ങൾ തെളിയിക്കാൻ തയ്യാറുണ്ടോ? ആർക്കാക്കി കൂടാത്ത തേങ്ങയെ സംബന്ധിച്ചാൽ പറയുന്നത് എന്നും ഈ വിധത്തിൽ ഖാലി ഫൗണ്ടേഷൻ ആക്ഷേപിക്കുക, ഖാലിമാരാകാൻ വേണ്ടി നടക്കുക, ഖാലിമാർക്ക് അറിവില്ലായ്മ ഉണ്ടാകുന്നു എന്ന് ആക്ഷേപിക്കുക, ഇതൊക്കെ പാലക്കാട് കുടുംബത്തിനുള്ള ആക്ഷേപമല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചോദിക്കട്ടെ, പാലക്കാട് തങ്ങന്മാർക്ക് നിങ്ങൾ ആക്ഷേപം പറയുന്നത് അവർ ഖാലിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഈ പാലക്കാട് തങ്ങന്മാർ ഖാലിമാരാവണമെന്ന് പറഞ്ഞു നടന്നാൽ ആരാണ് ഇവിടെ? ബഹുമാനപ്പെട്ട സീൽ ഹൈദർ ശിഹാബ് തങ്ങൾ വഫാത്തായി. മഹാനുഭാവൻ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു വർഷവും ചില മാസങ്ങളുമായി. അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് സ്വാലിഹ് അലി ശിഹാബ് തങ്ങൾ ഖാദിയാവുന്ന സ്ഥാനം ഏറ്റെടുക്കുന്ന ആയിരക്കണക്കിന് മഹലുകൾ മുന്നോട്ട് വന്നപ്പോ എന്ത് അയോഗ്യത പറയാതിരുന്നത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് അയോഗ്യത പറയുന്നത്? സയ്യിദ് സ്വാലിഹ് അലി ശിഹാബ് തങ്ങൾക്ക് നിങ്ങൾ പറയുന്ന അയോഗ്യത അറിവില്ല എന്നാണെങ്കിൽ, ആ അറിവില്ലായ്മയെ നിങ്ങൾ ആക്ഷേപിച്ചു കൊണ്ടുപോകുമ്പോ ലറൂറത്തിന്റെ ഖാലിക്ക് ഉണ്ടാവേണ്ട യോഗ്യത എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? മുജദ്ദിദാവാൻ കഴിയില്ല, മുജദ്ദിദാവണം, അത് ഇവരൊന്നും മുജദ്ദിദല്ല എന്ന് പറയും. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ അംഗീകരിക്കുന്ന പല ഖാലിമാരും ഇല്ല, വല്ലാത്ത ഖാലിമാരും വല്ലാത്ത മഹല്ലമൊന്നും ഇല്ല. ഒറ്റപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ പല ഭാഗത്തും മുജിത്തഹിദാപണമെന്ന് പറയുന്ന വാദം, ആ വാദം കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ചോദിക്കട്ടെ, മുതപ്പതി തോന്നാൻ പോലും പറഞ്ഞുകൂടാത്തവർ നിങ്ങളുടെ കൂട്ടത്തിലെ ഖാലിയുണ്ട്. ഞാൻ പേർക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആക്ഷേപിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഒരു ഖാലിയാവണമെന്നുണ്ടെങ്കിൽ ഇൽമിൽ മഹാറത്ത് വേണമെന്ന് പറയുന്ന വാദം ഒരു കാലഘട്ടത്തിലും സമസ്തയുടെ ആലിമികൾ ഉയർത്താത്ത കാര്യമാണ്. അറിവുണ്ട് ബഹുമാനപ്പെട്ടവർക്ക്, പാലക്കാട് സയ്യിദ് സ്വാലിഹ് അലി ശിഹാബ് തങ്ങൾക്ക് അറിവുണ്ട്. പക്ഷേ ഇജ്തിഹാദിന്റെ കഴിവുണ്ടാകണമെന്ന് പറയുന്ന വാദം എന്തിനാണ് പാലക്കാട്ടേക്ക് വെച്ചേണ്ട ആവശ്യം? അവരെ സംബന്ധിച്ചിടത്തോളം നറൂറത്തിന്റെ ഖാലി ആരാവണമെന്ന് കോഴിക്കോട് വലിയ ഖാലി ബഹുമാനപ്പെട്ട സയ്യിദ് ശിഹാബുദ്ദീൻ പിച്ചുവ തങ്ങളുടെ വഫാത്തിന് ശേഷം സയ്യിദ് മുഹ്സിൻ തങ്ങളായിരുന്നു വർഷങ്ങളോളം കോഴിക്കോട്ടെ ഖാലി. ആ കോഴിക്കോട്ട് സയ്യിദ് മുഹ്സിൻ തങ്ങൾക്ക് ഈ ഒരു ആരോപണമായി കൊണ്ടാലും മുന്നോട്ട് വന്നിട്ടില്ലല്ലോ.
ആരും ഈ ആക്ഷേപമായി കൊണ്ട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് എന്താ പാണക്കാട് തങ്ങന്മാർക്ക് നേരെ ഇപ്പോഴുള്ള മാത്രമുള്ള ഒരു ആക്ഷേപം? മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സ്വാദിഖലി ശിഹാബ് ഖാലിയായിട്ടുണ്ട്. സയ്യിദ് ഹൈദർ ശിഹാബ് ജീവിക്കുന്ന സമയത്തും ബഹുമാനപ്പെട്ട സ്വാദിഖലി തങ്ങൾ ഖാലിയായിട്ടുണ്ട്. ആ ഖാലിസ്ഥാനത്തിൽ ഒന്നും ആക്ഷേപങ്ങൾ പറയാതെ അവരുടെ ഖാലിസ്ഥാനത്തിന് അതിന് അനുകൂലമായി കൊണ്ട് പല പത്രസമ്മേളനങ്ങൾ നടത്തുകയും പല പ്രചരണങ്ങളും നടത്തുകയും ചെയ്തവർ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർ ആക്ഷേപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നതിന്റെ ദുഷ്ടലാക്ക് ആർക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറില്ലേ? എന്താ ഖാലി ഫൗണ്ടേഷന്റെ കുഴപ്പം? ഞങ്ങൾ ഖാലി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട സമസ്ത ജമീയത്തുലമയുടെ അധ്യക്ഷൻ പറഞ്ഞത്? എന്നെ കാഞ്ഞങ്ങാട് ഖാലിയാക്കിയിട്ടുണ്ട്. ഞാൻ കാഞ്ഞങ്ങാട് സംയുക്ത മഹല്ല് ജമാഅത്തിന്റെ ഖാലിയാണ്. അവിടുത്തെ ഖാലി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി കാഞ്ഞങ്ങാട് സംയുക്ത മഹല്ല് ജമാഅത്തുണ്ട്. ആ ഖാലി ജമാഅത്ത് പോലെ അല്ലെങ്കിൽ ആ സംയുക്ത മഹല്ല് ജമാഅത്ത് പോലെ തന്നെയാണ് പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിബ്രീൽ മുത്തുക്കോയ തങ്ങളാണ്. ഈ കാര്യം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ഖാലിസ്ഥാനം പോലെ സയ്യിദുൽ ഉലമയുടെ ഖാലിസ്ഥാനത്തിന്റെ കോർഡിനേറ്റ് ചെയ്യാൻ സംയുക്ത മഹല്ല് ജമാഅത്ത് എന്ന കാഞ്ഞങ്ങാട് സംയുക്ത മഹല്ല് ജമാഅത്ത് പോലെയാണ് പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞപ്പോ അല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഫേസ്ബുക്കിലൂടെ പല വിടുപ്പലക്കലുകളും നടത്തി. ലൈവ് പ്രോഗ്രാമുമായി കൊണ്ട് എനിക്കെതിരെ മാത്രമല്ല ഈ ആശയവുമായി ബന്ധപ്പെട്ടവർക്കെതിരെ കടന്നു വന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു, സയ്യിദുൽ ഉലമ അംഗീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഖാലി ഫൗണ്ടേഷൻ, പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് സംയുക്ത മഹല്ല് ജമാഅത്ത് പോലെയാണെങ്കിൽ എന്ത് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിന് അംഗീകരിക്കുകയും കാസർഗോഡ് സംയുക്ത മഹല്ല് ജമാഅത്ത് അംഗീകരിക്കുകയും കോഴിക്കോട്ട് മുഹമ്മദ് കോയ തങ്ങളുടെ ഖാലി ജമാഅത്ത് നടക്കുന്ന സംയുക്ത മഹല്ല് ജമാഅത്ത് അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് കോഴിക്കോട്ടും കാഞ്ഞങ്ങാടും കാസർഗോഡ് മാത്രമല്ല കേരളം മുഴുവനും പടർന്ന് പന്തലിച്ച 1700ഓളം വരുന്ന മഹല്ലുകളുടെ ഖാലിയായ പാണക്കാട് തങ്ങളുടെ മാത്രം ഈർഷ്യത, എന്റെ അതിന്റെ മാത്രം ഒരു കോർഡിനേഷൻ ഉണ്ടായിക്കൂടാ എന്ന് പറയുന്ന വാശി, ആ വാശി അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് പറ്റാ നിങ്ങൾ? അപ്പൊ എന്തിന്റെ പേരിലാണ് ഖാലി ഫൗണ്ടേഷൻ എന്ന ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്? പാണക്കാട് തങ്ങന്മാർക്ക് നേരെയുള്ള ആക്ഷേപം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞങ്ങൾക്ക് കേട്ട് കുറെ കാലമായി മറുപടി നേരത്തെ പറഞ്ഞ ഞങ്ങൾക്ക് മറുപടി പറയാൻ പുതിയതായ ഒരു വാദം കൊണ്ടുവരേണ്ട കാര്യമില്ല. മുമ്പേ പാണക്കാട് തങ്ങന്മാർക്ക് നേരെ ഒരുപാട് ആക്ഷേപക്കാർ ഉയർത്തിവിട്ട പല ആരോപണങ്ങളുമുണ്ട്. പാണക്കാട് തങ്ങന്മാർ ഒഴുക വെള്ളത്തിലെ പൊമ്പുതടിയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞപ്പോ അത് ശക്തിയുക്തം എതിർത്തവർ സമസ്തയാണ്. പാണക്കാട് തങ്ങന്മാർക്ക് നേരെ അവർ ശിർക്കിന്റെ കൊട്ടാരമാണ് എന്ന് വഹാബി പറഞ്ഞപ്പോ അതിന് ശക്തമായി രംഗത്ത് വന്നതും സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയാണ്. പാണക്കാട് തങ്ങന്മാർ ക്ലീൻഷേപ്പ് തങ്ങന്മാരാണെന്നും ഇമാമത്തിനും ഖാലിസ്ഥാനത്തിനും പറ്റില്ല എന്ന് വിഘടിത സുന്നി പറഞ്ഞപ്പോഴും അത് എതിർത്തതും സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയാണ്. അതേ പാണക്കാട് തങ്ങന്മാർ ഇന്ന് ഖാലിസ്ഥാനത്തിന് യോഗ്യരല്ല എന്ന് പുതിയ ചിതൽക്കുറ്റികൾ പറയാൻ മുന്നോട്ട് വന്നാലും അതിനെ എതിർക്കാനും സമസ്തകളുടെ ജമീഅത്തുൽ ഉലമ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ്. ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ജമാഅത്തിന്റെ മുജാഹിദിനും വിഘടിതനും മറുപടി പറഞ്ഞ് ഞങ്ങൾക്ക് ഈ പുതിയ ചിതൽ കുറ്റുകൾ ഒരു പ്രശ്നമല്ല എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. പാണക്കാട് തങ്ങന്മാരെ ആക്ഷേപിക്കുന്നവർ കാര്യമെന്ന് ഓർക്കണം. ഞങ്ങൾ പഠിച്ച പാണക്കാട് തങ്ങന്മാരെ മനസ്സിലാക്കുന്നത് സംശുദ്ധതയിൽ നിന്നുകൊണ്ടാണ്, അതിന്റെ മുൻഗാമികളായ ആലിമികളിൽ നിന്നുകൊണ്ടാണ്. മഹാനായ ശൈഖുനാ സംശുദ്ധമായി എന്താണ് പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിച്ചു പറഞ്ഞത്? ഞാൻ വിശദാംശങ്ങൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശൈഖുനയുടെ പ്രിയപ്പെട്ട അന്യൻ സഹോദരനായ മഹാനായ ശൈഖുനാ ഇ.കെ. ഹസൻ മുസ്ലിയാർ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പടവാണ്. മഹാനവറുകൾ വഫാത്തായി കിടക്കുമ്പോ ആ ജനാസ സംസ്കാരത്തിന് നേതൃത്വം വഹിക്കേണ്ടത് ശംസുലമ ആവണമെന്ന് ചില ആളുകൾ മുന്നോട്ട് പറഞ്ഞപ്പോ ജേഷ്ഠനാണ് അഹരികാരനാണ് എന്നത് പറഞ്ഞുകൊണ്ട് ശൈഖുനാ ശംസുലമ ഇ.കെ. ഉസ്താദിനോട് പറഞ്ഞപ്പോ അന്ത്യ ശൈഖുനാ പറഞ്ഞ മറുപടി, ഞാനല്ല, അതിനേക്കാൾ യോഗ്യൻ ഒരാൾ കടന്നു വരും, അദ്ദേഹം ഇതിന്റെ ജനാസ സംസ്കാരത്തിന് നേതൃത്വം നൽകും. അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അങ്ങനെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞ് വരുമ്പോഴും വരെ കാത്തിരിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ച മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു അസീസ്. ബഹുമാനപ്പെട്ടവരുടെ സഹധർമ്മണി വഫാത്തായി. ശൈഖുനയുടെ സഹധർമ്മയുടെ ജനാസ സംസ്കരിക്കാനും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരണമെന്ന് കാത്തിരുന്നതും ബഹുമാനപ്പെട്ട ശൈഖുനയാണ്. മുഷാവറ നമ്പറല്ല,
എന്നിട്ട് പോലും അവരെ കൂടെ അപ്പുറത്തേക്ക് പാണക്കാട് കുടുംബത്തെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ്. ഞാൻ ഓർക്കുന്നത് SKSF ജനറൽ സെക്രട്ടറിയായ സമയ ടി വിനീതൻ ആ കാലത്ത് ആരംഭിച്ച സംവിധാനമാണ് സഹചാരി എന്ന നമ്മുടെ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന സംരംഭം. വിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് പിരിക്കുന്ന ഫണ്ട് അത് ആദ്യ സമയത്ത് തുടക്കുന്ന സമയത്ത് ആര് ഉദ്ഘാടനം ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് സഹചാരി ഫണ്ട് ശേഖരണത്തിന്റെ സമിതിയുടെ രക്ഷാധികാരിയായ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് ചോദിച്ചപ്പോ മഹാനായ സൈനുൽ ഉലമ പറഞ്ഞു, ആ ഫണ്ട് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മളാരുമല്ല, പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ അന്ന് രാത്രി കക്കോബ് പ്രദേശത്തുള്ള പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ പള്ളിയുടെ ഉദ്ഘാടനവും അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയും ഈ വിനീതനാ വേദിയിലെ മുഖ്യ പ്രഭാഷകരുമായപ്പോ വല്ലാത്തൊരു തൗഫീഖോടുകൂടി സയ്യിദുൽ ഉലമ മഹാനായ സൈനുൽ ഉലമയുടെ കയ്യിലേക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കൊടുത്താരംഭിച്ച ഫണ്ടാണ് സഹചാരി എന്ന ഫണ്ട്. അക്ഷയ ഖനി പോലെ വറ്റാത്ത നിധിയായി, പാവപ്പെട്ട രോഗികളുടെ താടിയായി, SKSF സംഘടനാ പ്രവർത്തനത്തിൽ തിരക്കുറിയായി ചാർത്തപ്പെട്ടുകൊണ്ട് സഹചാരി നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ഫണ്ട് നൽകിയത് പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. കാലമാനുസാരം ജീവിച്ചിരിക്കുന്ന സമയത്താണ്, ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദുള്ള സമയത്താണ്. അതുകൊണ്ട് ആലിമീങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പാലക്കാട് കുടുംബത്തെ ബഹുമാനിക്കുകയും പാലക്കാട് കുടുംബത്തെ ആദരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനുമാണ് പഠിപ്പിച്ചതെങ്കിൽ എന്റെ അവർക്ക് നേരെ ആക്ഷേപവുമായി കൊണ്ട് രംഗത്ത് വരേണ്ട കാര്യം ഞാൻ മറ്റു വിശദാംശങ്ങൾക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.